BBയിലെ ഞങ്ങളുടെ വിജയ്, താങ്ക് യു സോ മച്ച്. ഞാനൊരു കാര്യം പറയട്ടെ, ജനങ്ങളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു വിജയം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ എനിക്ക് കിട്ടി. അതിന് ഞാൻ എന്നും നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും. ഞാൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ പുറത്തെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങളും, ഈവൻ എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ തന്നെ എത്രയോ ആളുകൾ വന്നു. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഉള്ളത്. ചേട്ടാ നന്നായി ഫുഡ് കഴിക്കുക. ഓക്കെ തീർച്ചയായിട്ടും നന്നായിട്ട് ഫുഡ് കഴിക്കാം. വിച്ച് ഫോൺ? ആ ഫോണിൻ്റെ പേര് ഞാൻ നോക്കട്ടെ, ഞാൻ മറന്നുപോയി. ഹായ് അനീഷ്, എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു. നിങ്ങളെ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത ഒരു യൂട്യൂബറാണ് ഞാൻ. ഓക്കെ, അപ്പോഴേക്കും പോയി. ഞങ്ങളുടെ മനസ്സിൽ വിന്നർ അനീഷ് തന്നെ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടാ. ഐഡിയ സ്റ്റാർ സിംഗറിൽ പോയി അല്ലേ? അതെ, ഐഡിയ സ്റ്റാർ സിംഗറിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി എത്ര സീസൺ വന്നാലും ഈ തൃശ്ശൂർക്കാരൻ മുമ്പിലായിരിക്കും. താങ്ക് യു സോ മച്ച്. ട്രാവലർ 634. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു സീസണിൽ നമ്മൾ സീസൺ 7 വന്നപ്പോൾ എന്നെ ഓർത്തിരിക്കും എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജനഹൃദയങ്ങളിൽ BB7 വിന്നർ അനീഷേട്ടനാണ്. യു ആർ ബെസ്റ്റ് അനീഷേട്ടൻ. താങ്ക് യു സോ മച്ച്. ഗിരിജ, താങ്ക് യു സോ മച്ച്. അനീഷേട്ട ഹായ് പറയൂ. എന്താ അജിത കെ. ഓക്കെ, ഹായ് പറഞ്ഞിരിക്കുന്നു. എൻ്റെ പേര് പറയാമോ? ജെസ്സി സിനിച്ചൻ. ഓക്കെ, പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത്, അനീഷേട്ട എൻ്റെ പേര്, അയ്യോ അപ്പോഴേക്കും പോയി. അനീഷ് ഡെയിലി വ്ളോഗ് ചെയ്യുമോ? സുമിത, ഓക്കെ ശ്രമിക്കാം. അനീഷേട്ട സുഖമാണോ? വിഷ്ണു കെ, ഓക്കെ സുഖമാണ്. അനീഷേട്ട ഒരു ഹൈ. സബിത, ഓക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ്. അനീഷേട്ട വ്ളോഗ് ചെയ്യുമോ? തീർച്ചയായിട്ടും ശ്രമിക്കാം, അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് നടക്കുമോ എന്നറിയില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലൈവ് വരണേ. തീർച്ചയായിട്ടും ലൈവ് വരാം. എന്നാൽ ഇനി തിരുവനന്തപുരത്ത് വരുന്നത് തീർച്ചയായിട്ടും അടുത്ത് തന്നെ വരാം. ഹൗ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബിഗ് ബോസ്? അത് ഞാൻ ബിഗ് ബോസ് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിൽ എങ്ങനെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ, ഏഷ്യാനെറ്റ് TV-യിൽ ഏഷ്യാനെറ്റിൻ്റെ ഞാനൊരു ദിവസം TV വെച്ചപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ ഇങ്ങനെ ബിഗ് ബോസിലേക്ക് കോമണറായിട്ട് ഓഡീഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ആ വീഡിയോയിൽ തന്നെ, ആ ഒരു ആഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റ് നടത്തിയിരുന്നത് മൈജി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ കോൺടെസ്റ്റിൽ പങ്കെടുത്തു, വീഡിയോ അയച്ചു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് സെലക്റ്റായി വിവിധ ഓഡീഷൻ ഘട്ടങ്ങൾ കടന്നാണ് ബിഗ് ബോസിലേക്ക് എത്തിയത്. അതാണ് എൻ്റെ ഒരു ബിഗ് ബോസ് ജേണി എന്ന് പറയുന്നത്. ബിഗ് ബോസിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ഇത്ര എന്താ പറയുക, ഈ സീസണിലേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റുമെന്നൊന്നും 100% എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ട്രൈ ചെയ്തു, പക്ഷേ ആ ട്രൈയിൽ തന്നെ കിട്ടി എന്നുള്ളതാണ്. അതൊരു വലിയൊരു സന്തോഷം. ഇനി എന്താ, കുറേ പേരുണ്ടല്ലോ. ഹായ് അനീഷ് ചേട്ടാ, ഞാൻ ബിന്ദു സുനിൽ, എനിക്കൊരു ഹായ് തരുമോ? ഹായ് തന്നിരിക്കുന്നു. ഹായ്. ഞങ്ങളുടെ സ്വന്തമാണ്, ഒരുപാട് ഇഷ്ടമാണ്, എന്നും ഞങ്ങളുടെ കൂടെ വേണം. മാധവ്, തീർച്ചയായിട്ടും എന്നും കൂടെ ഉണ്ടായിരിക്കും. അടുത്ത പുസ്തകം എപ്പോഴാണ് എഴുതുന്നത്? അടുത്ത പുസ്തകം ഓൾറെഡി എഴുതി കഴിഞ്ഞു. 1 മാസത്തിനുള്ളിൽ അടുത്ത പുസ്തകം റിലീസിങ് ഉണ്ടായിരിക്കും. അതൊരു അനൗൺസ്മെൻ്റ് ആയിട്ട് പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മോൾക്കൊരു ഹായ് പറയാമോ? പേര് ശിവാനി, അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ശിവാനിക്കുട്ടി ഹായ്. ശിവാനിക്കുട്ടിക്ക് ഒരു ഹായ്, ബിഗ് ഹായ്. ഓക്കെ, ഒരു എന്താണ് ബിഗ് ഫാൻ. ഓക്കെ. പിന്നെ ഹലോ ഷെയ്ഡ്സ് ഓഫ് ഇഷാഷ് എന്താണ്? ഹായ് അനീഷേട്ട, എൻ്റെ പേര് ആൻഡ്രീസ, ഹായ് തരുമോ? ആൻഡ്രീസ ഹായ്. അനീഷേട്ട ഒരു ഹായ് തരുമോ? പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു കേട്ടോ, എന്നാലാണ് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അനീഷേട്ട ഫുഡ് നന്നായി കഴിച്ച് എന്താണ് പോയി അപ്പോഴും ഡെയിലി വ്ളോഗ് തുടങ്ങുമോ? ശ്രമിക്കാം തീർച്ചയായിട്ടും. റെന ആയിട്ട് വ്ളോഗ് ചെയ്യുമോ? ഓക്കെ, ശ്രമിക്കാം. റെന ഫാത്തിമയായിട്ട് വ്ളോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചേട്ടാ പുസ്തകത്തിൻ്റെ എന്താണ്
ഷാനവാസിൽ ഒരിക്കലും ഷാനവാസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും വിട്ടു നിൽക്കല്ലേ. ആരാണത്? അയ്യോ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഷാനവാസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഷാനവാസ് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും അതൊരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അനീഷേട്ട, മൈ നെയിം ദിയ. ഒരു ഹായ് പറയുമോ? ഓക്കെ ദിയ, ഹായ് 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 ഹായ്. വളരെ ഫാസ്റ്റായിട്ട് മെസ്സേജുകൾ ഇങ്ങനെ പോകുന്ന കാരണമാണ്. അനീഷ് മോനെ, ഐ ലവ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആരാണ്? അയ്യോ, ആരാണെന്ന് പോയി പെട്ടെന്ന്. സേ ഹായ് അനീഷ്, സേ ഹായ്. ഓക്കെ, ആരാണ് അഞ്ജു ചേട്ടാ, ഞാൻ അഞ്ജു. ഹലോ 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 ഹലോ. ഓക്കെ 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 ഓക്കെ. അയ്യോ, മടുത്തു. ലാസ്റ്റ് ഒരു ഹായ് തായോ. ആരാണ്? പേരും കൂടെ ഒന്ന് എഴുതണേ. എന്താണ്? അല്ലിക്കുട്ടി. ഓക്കെ, അല്ലിക്കുട്ടി. അനീഷ്, ഞാൻ ഷെർലി, എനിക്കൊരു പുസ്തകം വേണം. എന്നേരം തുഴഞ്ഞ് ബഹ്റൈൻ. ഓക്കെ. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് ചെയ്തിട്ടുണ്ട്. ആ റീലിൽ ഒരു വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇങ്ങനെ കാര്യം പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. ഓക്കെ. അനീഷ് ഒരു ഹായ്. ഞാൻ ഇന്ന് അനീഷിൻ്റെ പുസ്തകം വാങ്ങി കേട്ടോ, വായിച്ച് അഭിപ്രായം അറിയിക്കാം കേട്ടോ. സിന്ധു ടോമി. ഓക്കെ, തീർച്ചയായിട്ടും വായിച്ചിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, അഭിപ്രായം രേഖപ്പെടുത്തണം. അനീഷേട്ട, എൻ്റെ പേര് അലീന, ഒരു ഹായ് തരുമോ? അലീന, ഹായ് ഹായ് ഹായ്. അനീഷ് അങ്കിൾ, ഞാൻ ശരൺ, ഹായ് തരുമോ? ഹായ് ശരൺ. ഓക്കെ, ശരൺ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മൈ നെയിം ഈസ് തോബിത്ത്, ഐ ലവ് യു. ഫ്രം എവിടെയാണ്? തോബിത്ത്, താങ്ക് യു സോ മച്ച്. അനീഷേട്ട, എൻ്റെ മോൻ അപ്പുവിന് ഒരു ഹായ് പറയാമോ? ബിഗ് ഫാൻ ആണ്. ഓക്കെ, അപ്പുവിന് ഒരു ഹായ് പറയുന്നു. അനീഷേട്ട, ഒന്ന് പേര് വിളിക്കാമോ? ജാസ്മിൻ. ഓക്കെ, ജാസ്മിൻ പേര് വിളിച്ചിരിക്കുന്നു. അനീഷ് അങ്കിൾ ഹായ്, താങ്ക് യു സോ മച്ച്. കാണാൻ ആഗ്രഹമുണ്ട് അനീഷേട്ട, ഞാൻ കാണാൻ വരൂ കേട്ടോ. ഓൾവേസ് വെൽക്കം. ഷിഹാസ് കിള്ളിമംഗലം. അനീഷേട്ട, ഓക്കെ, താങ്ക് യു സോ മച്ച്. അനീഷേട്ട, എൻ്റെ പേര് അബിൻ റോയ്, ഒരു ഹായ് പറയുമോ? അബിൻ റോയ്ക്ക് ഒരു ഹായ്. ഞാൻ ജ്യോതി, ഒരു ഹായ് പറയാമോ? ജ്യോതി ഒരു ഹായ്. മൈ നെയിം ഈസ് എയ്ഡൽ ഹായ്. ബിഗ് ബോസ് എങ്ങനെ ഉണ്ട്? ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ബിഗ് ബോസിൽ പോയിട്ടുള്ള എല്ലാവർക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ലൈഫ് ചേഞ്ചിങ് പ്ലാറ്റ്ഫോമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഇതൊരു ലൈഫ് ചേഞ്ചിങ് പ്ലാറ്റ്ഫോമാണ്. നമ്മളെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിഗ് ബോസിന് മുൻപ് കുറച്ചാളുകൾ മാത്രമേ എന്നെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ കാണുന്നു, എന്നെ അറിയുന്നു, എന്നെ തിരിച്ചറിയുന്നു, എന്നോട് ഇഷ്ടം കാണിക്കുന്നു. ഇതൊക്കെ ബിഗ് ബോസ് മൂലം ഉണ്ടായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യസമേതം പോവുക, മടിച്ചു നിൽക്കരുത്. ഇതൊരു ലൈഫ് ചേഞ്ചിങ്, ലൈഫ് പ്യൂരിഫിക്കേഷൻ, തിരിച്ചറിവുകൾ ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ഗ്രേറ്റ് പ്ലാറ്റ്ഫോമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാതെ ഇരിക്കരുത്. ഓക്കെ, നമ്മൾ പോകണം. നമ്മളെ പോയാൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർബായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് കിട്ടി, അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി, അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അനീഷേട്ടാ അനീഷേട്ട ഒരു ഹായ് പറയാമോ? പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ. രമണി. ഓക്കെ, അനീഷേട്ട സുഖമല്ലേ? അനീഷേട്ട, എൻ്റെ പേര് എറിക്ക്, ഒരു ഹായ് പറയാമോ? എറിക്ക് ഹായ്. അരിക്കോട്. ഓക്കെ, അനീഷേട്ടന് സുഖമല്ലേ? സുഖമാണ്. നോട്ട് യെറ്റ് റിക്കവർഡ് ഫ്രം ഷോക്ക് ഓഫ് ദ ടൈറ്റിൽ വിന്നർ. ഐ റിയലി wish to have a trophy anyway it's okay. ഹായ് അനീഷേട്ട, ഞാൻ സീന. ഓക്കെ, സീന അപ്പോൾ ഒരു ഹായ് തന്നിരിക്കുന്നു. അനീഷ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, താങ്ക് യു സോ മച്ച്. ശൈത്യയും അനുമോളും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ പേര് അനന്യ എന്നാണ്, എനിക്കൊരു ഹായ് പറയാമോ? അനന്യ, ഞാനൊരു ഹായ് പറഞ്ഞിരിക്കുന്നു. ശൈത്യയും അനുമോളും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് എനിക്ക് എന്താ പറയുക, അത് അവർ തമ്മിലുള്ള കാര്യമല്ലേ, എനിക്ക് അതിൽ അഭിപ്രായം ഇല്ല.
എൻ്റെ കാര്യം മാത്രമാണ് എനിക്ക് പറയാനായിട്ട് പറ്റുക. അനീഷേട്ടാ, എൻ്റെ പേര് ജോൺസ്ലി, എനിക്കൊരു ഹായ് തരുമോ? ഓ, തീർച്ചയായിട്ടും ജോൺസ്ലി, തീർച്ചയായിട്ടും. അനീഷേട്ടാ, സൂപ്പർ താങ്ക്സ് ചെയ്യാൻ താങ്ക്സ് ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. അതെവിടെയാണ് അതെവിടെയാണ് പറഞ്ഞത്? ശരിയാണല്ലോ, അതെന്താണ്, അതെങ്ങനെയാണ്? ടോപ്പ് ഫാൻസ് ഞാൻ നോക്കട്ടെ ഏട്ടാ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനൊരു കാര്യം അറിയാത്തത് കൊണ്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു, അത്രേ ഉള്ളൂ. ടോപ്പ് ഫാൻസ് എന്ന് പറയുന്നുണ്ട്. സൂപ്പർ താങ്ക്സ്. പോയി ഭയങ്കര ഇഷ്ടം. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു ഇഷ്ടം നേടിയെടുക്കാൻ പറ്റിയെന്ന് പറയുന്നതിൽ എനിക്ക് തന്നെ ഒരു എന്താ പറയുക, ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ മോൾ ഷാനമോൾക്ക് ഒരു ഹായ് പറയാമോ? ഷാനമോൾ ഹായ് ഹായ് ഹായ്. അനീഷേട്ടാ, ഒരു ഫാൻസ് മീറ്റപ്പ് വെക്കുന്നത് അത് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്, അറിയിക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ലൈവ് ഒന്ന് യൂട്യൂബൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അനീഷേട്ടാ, ഞങ്ങളോട് ഐ ലവ് യു ഓൾ പറയൂ. ഐ ലവ് യു ഓൾ. ബിഗ് ബോസിലെ നിങ്ങളുടെ ഏറ്റവും വികാരഭരിതമായിട്ടുള്ള നിമിഷം ഏതായിരുന്നു? അയ്യോ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു. വികാര നിർഭരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി വന്നതാണ്. എൻ്റെ മദറും എൻ്റെ അനിയനും വന്ന ഒരു നിമിഷം, അത് ഒരുപാട് വികാര നിർഭരമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. അത് ഞാൻ എന്താ പറയുക, ഇത്ര ഇമോഷണൽ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ഒരുപാട് ഇമോഷണലായി പോയിട്ടുള്ള ഒരു ഒക്കേഷനാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഏകദേശം ഒരു അരമണിക്കൂർ മുൻപാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ ഈ വീട്ടിലത്തെ അമ്മേനെ കുറിച്ചും ഫാദറിനെ കുറിച്ചും അതുപോലെ അനിയനെ കുറിച്ചൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ അവരെ കണ്ടപ്പോൾ കാണുമ്പോൾ ഞാൻ ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു. അപ്പോൾ ഒരു ടാസ്ക് ചെയ്യാനുണ്ടായിരുന്നു. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് എൻ്റെ അമ്മേനെയും അനിയനെയും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ക്ലോസും കൂടി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ആകെ ടെൻഷനായി. പിന്നെ ഒരു പാട്ട്, നമ്മൾ എന്ന് പറയുന്ന സിനിമയിലെ എന്നെ അമ്മ എന്ന് പറയുന്ന സോങ് ആയിരുന്നു വെച്ചത്. അപ്പം അങ്ങനെ എല്ലാത്തിലും അങ്ങനെയൊക്കെ എല്ലാ ഘടകങ്ങളും ഒത്തു വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ ഏറ്റവും വികാര നിർഭരമായിട്ടുള്ള നിമിഷം എൻ്റെ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. ഹായ് അനീഷേട്ടാ, ലവ് യു ഫ്രം UK. ഓക്കെ, താങ്ക് യു സോ മച്ച്. UK എന്നൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. UK ഒരുപാട് കോൾസ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അനീഷേട്ടാ, കല്യാണം എപ്പോ? ഓക്കെ, നോക്കാം. കോടന്നൂർ വന്ന ഒരു മഞ്ചാടിത്തൈ തരാമോ? മിസ് യു. ആരാണ്? കെവിൻ. ഓക്കെ. മഞ്ചാടിയുടെ എന്താ പറയുക, തൈ തരാം. എൻ്റെ വീട്ടിലുണ്ട്, സ്വന്തം വീട്ടിലുണ്ട് മഞ്ചാടി തൈ. ഓക്കെ. അനീഷേട്ടാ, എൻ്റെ പേര് പറയാമോ? അയ്യോ, പേര് പോയല്ലോ. ആയിഷ ഹായ് പറയാമോ പ്ലീസ്? ആയിഷ ഹായ്. അനീഷേട്ടൻ മദർ എന്ന് പറയല്ലേ, അമ്മ എന്ന് പറയണം, അതാണ് കേൾക്കാൻ സുഖം. തീർച്ചയായിട്ടും അമ്മ എന്ന് പറയാൻ തന്നെയാണ് ഇഷ്ടം. ഹ്യൂജ് ഫാൻ ഫ്രം ജപ്പാൻ. ഓ മൈ ഗോഡ്, ജപ്പാനിൽ നിന്ന് അങ്ങനെ ആരും വിളിച്ചിട്ടില്ല കേട്ടോ. കുറേ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ നിരന്തരം നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ജപ്പാനിൽ നിന്ന് അങ്ങനെ എനിക്ക് വിളിച്ചിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് എന്താ പറയുക, ഒരുപാട് സന്തോഷം. BB വിന്നർ അനീഷേട്ടൻ. നല്ല സ്നേഹമുള്ള ആളാണ് അനീഷേട്ടൻ. താങ്ക് യു സോ മച്ച്. അതിപ്പോൾ ആരാണ് ഈ പറഞ്ഞിരിക്കുന്നത്? സഫത്ത്. ഓക്കെ, അതെല്ലാവർക്കും സ്നേഹമുണ്ട്. ചിലപ്പോൾ എന്താ പറയുക, ചില സാഹചര്യങ്ങളിൽ ചിലർ സ്നേഹം കൂടുതൽ പ്രകടമാക്കുന്നു, ചില സാഹചര്യങ്ങളിൽ ചിലർ സ്നേഹം പ്രകടിപ്പിക്കില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ന്യൂട്രലിൽ നിൽക്കും. അങ്ങനെയൊക്കെയാണ്. ഒരു ഹായ് പറയാമോ അശ്വതി? ഹായ് പറയാമോ? അശ്വതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് പറഞ്ഞിരിക്കുന്നു അശ്വതി. ഹൗസിൽ ഒരു സെക്കൻഡ് ചാൻസ് പോയി. ഐ എം ഫ്രം അമേരിക്ക. ഓക്കെ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഫാൻസ് എന്താണ് കേട്ടില്ല? അയ്യോ പോയി. ഓക്കെ. ഹായ് അനീഷേട്ട, എനിക്ക് കാണുന്നില്ല. വേറെ കോൾ വന്ന് കട്ട് ചെയ്യട്ടെ ഏട്ടാ. ഓക്കെ, ഇനി എന്താണ്?
എൻ്റെ വീട് തൃശ്ശൂരിലാണ്. യദു കൃഷ്ണ. ഓക്കെ 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 ഓക്കെ. അനീഷേട്ടാ മുന്നോട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോകണേ. ആളുകൾ നെഗറ്റീവ് പറയാൻ നോക്കിയിരിക്കുകയാണ്. ശരി, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ശ്രദ്ധയുണ്ടായിരിക്കും. പരമാവധി എന്താ പറയുക, ആരെയും വെറുപ്പിക്കാണ്ടൊക്കെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഐ എം ഫ്രം ജർമ്മനി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആരാ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. എൻ്റെ പേര് നൈബ. മനുഷ്യത്വമുള്ള ഒരു പേഴ്സണാണ് ചേട്ടൻ. ഓക്കെ നൈബ, താങ്ക് യു സോ മച്ച്. നൈബയ്ക്ക് ഒരു ഹായ് ഇരിക്കട്ടെ. നല്ലൊരു ലൈഫ് കിട്ടാൻ ഞാനും ആത്മാർത്ഥതയോടെ ബിന്ദു സുനിൽ ട്രിവാൻഡ്രം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ലൈഫ് എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുമുട്ടിയിരിക്കും. നമ്മൾ ബിഗ് ബോസ് ഏത് മത്സരാർത്ഥിയുമായിട്ടാണ് ഏറ്റവും കുറവ് സമ്പർക്കമുള്ളത്? അങ്ങനെ കുറവ് സമ്പർക്കമുള്ള ഒരു മത്സരാർത്ഥി ഇല്ല. എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ട്. എല്ലാവരുമായിട്ടും സൗഹൃദത്തിലാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം. ഞാൻ ആരായിട്ടും ഒരു തരത്തിലും ഒരു വഴക്കോ അല്ലെങ്കിൽ ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. മുയൽ കൃഷി ഇപ്പോഴും ഉണ്ടോ? മുയൽ കൃഷി അയ്യോ പോയി. അനീഷേട്ട ഫിനാലെ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ആരാണ്? ജിസ വേൾഡ്. ഓക്കെ ഓക്കെ. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ ആ ഔട്ട്ഫിറ്റ് ഇട്ടപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം. എനിക്കും അത് ഇട്ടപ്പോൾ ഞാനൊരു നല്ല ലുക്കുള്ള പോലെ എനിക്ക് തോന്നിയിട്ടോ. താങ്ക് യു സോ മച്ച് പറഞ്ഞതിന്. ധനുഷ് കണ്ണൂർ, ഒരു ഹായ് പറയാമോ? ഓക്കെ. ലൈവ് നടക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ചാനൽ മോണിറ്റൈസേഷൻ ആണെങ്കിൽ YT സ്റ്റുഡിയോയിലാണ്. സൂപ്പർ താങ്ക്സ് ചെയ്യുക. ഓക്കെ, ഗിഫ്റ്റ് അയക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞങ്ങളെല്ലാം ഗിഫ്റ്റ് തരും. ഓൺ ചെയ്ത് വെക്കണം. ഓക്കെ, ലൈവ് നടക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചാനൽ മോണിറ്റൈസേഷൻ ആണെങ്കിൽ YT സ്റ്റുഡിയോയിൽ ആണ് സൂപ്പർ താങ്ക്സ് ചെയ്യുക. ഓക്കെ, ഗിഫ്റ്റ് അയക്കാൻ പറ്റും. ഞങ്ങൾക്ക് എല്ലാം ഗിഫ്റ്റ് എനിക്കിതിനെക്കുറിച്ച് അധികം ഐഡിയ ഇല്ല ബ്രോ. ആരാണിത്? ഓക്കെ, എന്തോ പൂവിടത്തോ എന്താണ് പൂവിഡ്. ഓക്കെ, എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയില്ല. അനീഷ്, നിങ്ങളാണ് ബിഗ് ബോസിൻ്റെ യഥാർത്ഥ വിജയ്. താങ്ക് യു സോ മച്ച്. ട്രൂ 15R. അനീഷ്, ഒരു സുപ്രഭാതം പറയുമോ? സ്മിത സദാനന്ദൻ പറഞ്ഞിരിക്കുന്നു സുപ്രഭാതം. ഓക്കെ, പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഹായ് പ്ലീസ്. അസ്മയ ആഷിൽ ഒരു ഹായ്. ഓക്കെ 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 ഓക്കെ. അയ്യോ, കുറേ ഇങ്ങനെ പോകുന്നു. പുതിയ ബുക്ക് എപ്പോഴാണ് എഴുതുന്നേ? ഇനി ഭാവി പരിപാടി എന്താണ്? ഓക്കെ, പുതിയ ബുക്ക് ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇനി എന്താ പറയുക, അതിൻ്റെ പബ്ലിഷിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ പോവാണ്. പബ്ലിഷിങ് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. ഒരു മാസത്തിനുള്ളിൽ ഒരു പുതിയ ബുക്ക് പുറത്തിറങ്ങും. ഞാൻ എന്താ പറയുക, അതൊരു അനൗൺസ്മെൻ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, കുറേ വരുന്നുണ്ടല്ലോ. വീട്ടിലാണോ അനീഷേട്ട? എന്താ പുതിയ വിശേഷങ്ങൾ? വീട്ടിലല്ല, എൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിലാണ്. ഓക്കെ, വീട്ടിലല്ല ഇരിക്കുന്നത്, ബ്രദറിൻ്റെ വീട്ടിലാണ്. ഇനി എന്താണ്? ഇനി കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഹായ് അനീഷേട്ട. ജിഷി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അനീഷേട്ട, എൻ്റെ പേര് ഒന്ന് പറയാമോ? ആദിനാഥ് പ്ലീസ്. ഓക്കെ, ആദിനാഥ് പറഞ്ഞിരിക്കുന്നു. ഷാനവാസ് ഇക്കയുമായിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യണേ. തീർച്ചയായിട്ടും ശ്രമിക്കാം. ഷോ കഴിഞ്ഞിട്ട് ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താണ്? ബിഗ് ബോസ് ഹൗസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഷോ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബിഗ് ബോസ് ഹൗസാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാലത്ത് നേരത്തെ എണീക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചായ ഉണ്ടാക്കി കുടിക്കുന്നു. പിന്നെ
ഗാർഡൻ ഏരിയയിൽ നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് കിളികളുടെ സൗണ്ട് കേൾക്കുന്നു, അണ്ണാറക്കണ്ണൻ്റെ കരച്ചിൽ കേൾക്കുന്നു, അങ്ങനെ പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ കാണുന്നു, അങ്ങനെ 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 ഒരുപാട് പിന്നെ നടക്കുന്നു, മോർണിംഗ് സോങ് വരുന്നു. അങ്ങനെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു റുട്ടീനായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പോരാനായിട്ട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓക്കെ, ഹായ് അനീഷേട്ടാ, അനവദ്യ അമ്മു പേര് പറയുമ്പോൾ ഒരു ഹായ് പറയുമ്പോൾ ഓക്കെ 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 പറഞ്ഞിരിക്കുന്നു. ഷാനവാസ് ഇക്ക വരുന്നുണ്ടോ? ഷാനവാസ് ഇക്ക വരും, പക്ഷെ അത് മീഡിയയിലൊന്നും പബ്ലിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു എപ്പോഴും എക്സ്പോസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരും ഷാനവാസിൻ്റെ വീട്ടുകാരും ഒരു ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ടും ഷാനവാസിൻ്റെ വീട്ടിലേക്കായാലും ഷാനവാസ് എൻ്റെ വീട്ടിലേക്കായാലും ഒക്കെ തീർച്ചയായിട്ടും വരും. പക്ഷെ അതൊന്നും മീഡിയയിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നില്ല. നമുക്കും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് വേണ്ടേ, അല്ലെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഷാനവാസ് വീട്ടിൽ വരും, അത് ഉറപ്പാണ്. വിത്ത് ഫാമിലി ആയിരിക്കും വരുന്നുണ്ടാവുക. സുപ്രഭാതം പറയാമോ? സുപ്രഭാതം പറഞ്ഞിരിക്കുന്നു. പിന്നെന്താ ബിഗ് ബോസിൽ ആദ്യം കയറിയ ആ ലുക്കിൽ നടന്നുകൂടെ? അതാണ് താങ്കൾക്ക് ചേരുന്നത്. ലുക്ക് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ലുക്കാണെങ്കിൽ ഞാൻ തടി കുറഞ്ഞു, ഓൾറെഡി വെയിറ്റ് ലോസ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പ്ലീസ് അനീഷ് ഒരു ഹായ് പറയാമോ? ഞാൻ സജിത. ഓക്കെ, ഹായ് പറഞ്ഞിരിക്കുന്നു. എമർജൻസി ലൈറ്റാണ് ഞാൻ ഇവിടെ അടുത്ത് വെച്ചിരിക്കുന്നത്, പക്ഷേ ആ എമർജൻസി ലൈറ്റ് ചിലപ്പോൾ പണി മുടക്കുന്നു. അതിങ്ങനെ കടലും കത്തലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കൈ തൊട്ടപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അനീഷേട്ടാ. കോടന്നൂർക്ക് വന്നാൽ കാണാൻ പറ്റുമോ? ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം, പക്ഷെ ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാവാറില്ല. അപ്പോൾ വീട്ടിലില്ലെങ്കിൽ രക്ഷയില്ല. അല്ലാത്ത പക്ഷെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. എന്നെ കാണാനായിട്ട് അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കാണാം. അതെ, അനീഷേട്ടാ മിസ് ചെയ്യുന്നു. താങ്ക് യു വിജി, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് പറയൂ. ലൻഹ. അയ്യോ, ഈ എമർജൻസി ലൈറ്റ് പണി മുടക്കാനുള്ള സാധ്യതയും. അനീഷ് ചിരി സൂപ്പറാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നോക്കട്ടെ, ഒരു ഹായ് പറയാമോ അനീഷ് ഏട്ടാ? വിവേക്. ഓക്കെ വിവേക്. മൈ മോം ഈസ് യുവർ ഗ്രേറ്റ് ഫാൻ. നെയിം സുമതി. ഓക്കെ സുമതി ആൻറ്റി, ഒരുപാട് സന്തോഷമുണ്ട്. ഹായ് അങ്കിൾ, സുഖമാണോ? എന്താ വിശേഷം? ഫുഡ് കഴിച്ചു? ഫുഡ് കഴിച്ചു. അനീഷേട്ടാ എൻ്റെ പേര് പറയുമോ? അയ്യോ, പേരൊന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് പൊന്നു, ഒരു ഹായ് തരാമോ? ഹായ് തന്നിരിക്കുന്നു. പിന്നെന്താ, ആലപ്പുഴ വരുമോ പ്ലീസ്? തീർച്ചയായിട്ടും ആലപ്പുഴ വരാനുള്ള എന്താ പറയുക സകല സാധ്യതയും ഞാൻ കാണുന്നു. അപ്പോൾ ആലപ്പുഴ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഹായ് അനീഷ്, ഞാൻ സന്തോഷം. അത്രമേൽ ഇഷ്ടം. താങ്ക് യു സോ മച്ച്. ഈ അത്രമേൽ എന്ന് പറയുന്ന വാക്കൊക്കെ ഇത്ര പോപ്പുലർ ആക്കി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ എമർജൻസി ലൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അത് ചാർജിൽ വെച്ചപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേര് ലക്ഷ്മി. ഹായ് പറയാമോ? ലക്ഷ്മി ഹായ്. അപ്പച്ചനോടും അമ്മയോടും അന്വേഷണം പറയണം. തീർച്ചയായിട്ടും പറയാം. രേഷ്മ. അനീഷേട്ടാ സുപ്രഭാതം ബിഗ് ബോസ്, അത്രമേൽ ഇഷ്ടം. താങ്ക് യു സോ മച്ച്. മലപ്പുറം എന്ന് വരും? മലപ്പുറം ഞാൻ ഇന്ന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മലപ്പുറം അത് കോഴിക്കോട് നിന്ന് തിരിച്ചു വരുമ്പോൾ മലപ്പുറം കൂടിയിട്ടാണല്ലോ വരിക. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ബി മൊമെൻറ്റ്സ് കാണുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അനീഷേട്ട ഉദ്ഘാടനം ഉണ്ടോ ചേട്ടാ? അത് കൊള്ളാലോ. അനീഷേ, സിന്ധു ചേച്ചിക്കൊരു ഹായ് പറയൂ. സിന്ധു ചേച്ചി ഹായ്. ഗെയിം കളിക്കുമ്പോൾ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തോ അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് മൂവ് ചെയ്തതാണോ? തീർച്ചയായിട്ടും ഞാൻ അവിടെ ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നോ അതിനനുസരിച്ച് പോയി എന്നുള്ളതാണ്. ഓക്കെ.
സ്ട്രാറ്റജി ഒന്നും എനിക്ക് അങ്ങനെ സ്ട്രാറ്റജിക്കൽ മൂവ് അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബിഗ് ബോസിൽ അങ്ങനെ നമ്മൾ ജീവിക്കുകയായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ക്യാരക്ടർ പുറത്ത് കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, എൻ്റെ പേര് സിനി, ഹായ് പറയാമോ? അനീഷെ, ബേബി ചേച്ചിക്ക് ഒരു ഹായ് പറയാമോ? ബേബി ചേച്ചിക്ക് ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു. അടുത്ത ബിഗ് ബോസിൽ ഗസ്റ്റായി പോകുന്നത് കാണാൻ വെയിറ്റിംഗ്. തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം പറയാം, ഞാൻ പോയിരിക്കും. അത്ര മാത്രം എനിക്കിഷ്ടമാണ് ബിഗ് ബോസ്. എൻ്റെ പേര് അരുണ. ഓക്കെ അരുണ, ഒരു ഹായ്. അദ്രിനാഥ്, എന്താണ് അനീഷേട്ട എൻ്റെ പേര് പറയാമോ? അദ്രിനാഥ് പ്ലീസ്. ഓക്കെ, അദ്രിനാഥിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഡെയിലി വോട്ട് ചെയ്യുമായിരുന്നു. നിതിൻ MS, താങ്ക് യു സോ മച്ച്. ഒരുപാട് ആളുകൾ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് വോട്ട് ചെയ്തിരുന്നു, ഹോട്ട്സ്റ്റാറിൽ കണ്ടിരുന്നു എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഒരു തികച്ചും ഒരു താങ്ക്സ് ആണ്. കാരണം ഒട്ടും ഒരു കാര്യം പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത്. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടിയും നിറഞ്ഞ മനസ്സോടു കൂടിയിട്ടാണ് ഇറങ്ങുന്നത്. കാരണം ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു, ഒരുപാട് ആളുകൾ വോട്ട് ചെയ്തു. അപ്പോൾ വോട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ബുക്കിനെ കുറിച്ച് പറയാമോ? എൻ്റെ ബുക്കിൻ്റെ പേര് എന്നേരം തുഴഞ്ഞ് എന്നാണ്. ബുക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ച ഒരുപാട് എൻക്വയറീസ് എനിക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എൻക്വയറി എനിക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു വീഡിയോ റീലായിട്ട് ചെയ്തത്. അപ്പോൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് കിട്ടും എന്ന്. ആ റീൽ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും കിടക്കുന്നുണ്ട്, യൂട്യൂബിലും ഉണ്ട്. സോ ഒരു കാര്യം ചെയ്യുക, ആ റീല് കണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബുക്കിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ എന്നിട്ട് ബുക്ക് വായിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഓക്കെ, ഞാൻ കണ്ടു, ഡയലോഗ് പറയാമോ? അയ്യോ, ഡയലോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് മടുത്തു, അത് കാരണമാണ്. ഇത് ജസ്റ്റ് ഞാനിപ്പോൾ ലൈവിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇനി വീണ്ടും ലൈവിൽ വരാം. എൻ്റെ അനിയനായിട്ട് ഞാൻ ലൈവിൽ വരാം. അനിയൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അനിയനെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. സോ അനിയനായിട്ട് ലൈവിൽ വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഏകദേശം അരമണിക്കൂറിലും മേലെ ആവുന്നു. സോ നമുക്ക് നിർത്താം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലൈവിൽ വരാം, എന്തെങ്കിലും കാര്യമായിട്ട് വരാം. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നുള്ളൂ. ഭയങ്കര ക്ഷീണം തോന്നുന്നു, റെസ്റ്റ് എടുക്കുക, ഫുഡ് നന്നായി കഴിക്കുക. ക്ഷീണം എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇത്ര നാളെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ സുഖമായിട്ട് ഒരു ലൈഫ് റുട്ടീൻ, എനിക്കൊരു റുട്ടീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റുട്ടീൻ മാറിയപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ അത് അതുകൊണ്ടാണ് ശീലമാവണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അരമണിക്കൂറായി. ഇനി ഞാൻ വീണ്ടും ലൈവ് വരാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്ര നേരം എന്നോട് സഹകരിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ബിഗ് ബോസിൽ തന്ന ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തന്നു. ആ സപ്പോർട്ടിനൊക്കെ നന്ദി അറിയിക്കുന്നു. തുടർന്നും സപ്പോർട്ട് വേണമെന്ന് പറയുന്നു. പിന്നെ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, താങ്ക് യു സോ മച്ച്.